ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള ആളുകളെ നിങ്ങൾ നോക്കിക്കോളൂ. ശ്രീമതി പത്മജ വേണുഗോപാൽ, ശ്രീ അനിൽ കെ ആന്റണി അടക്കമുള്ള ആളുകൾ അവർ ബി ജെ പിയിലേക്ക് വന്നത് അവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണോ? അവർ ഏതെങ്കിലും പ്രശ്നങ്ങളുടെ ഭാഗമായത് കൊണ്ടാണോ? അല്ലല്ലോ. അവരെല്ലാം ആ പ്രസ്ഥാനം വിട്ട് ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെ ശ്രീ അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് വന്നു, ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി മാറി. അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായത് കൊണ്ടാണ്. അതുപോലെ തന്നെ നേരത്തെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എം എൽ എ ആയിരുന്ന ശ്രീ അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയിലേക്ക് വന്നു ഇടതുപക്ഷത്ത് നിന്ന്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായത് കൊണ്ടാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ, ഞാൻ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നിരവധി ആളുകൾ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നുമൊക്കെ ബി ജെ പിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്ന ആളുകൾ മുഴുവൻ അങ്ങനെ വരുന്നവരാണ്, അങ്ങനെ വരാൻ ശ്രമിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? മുഴുവൻ ആളുകളല്ല, ഇ പിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുകയാണ്. ഇ പി ജയരാജന്റെ കാര്യത്തിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ സത്യമല്ലേ? അല്ല, ഏതെങ്കിലും ഒരാൾക്കെതിരെ ഒരു ഐ ടി ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു നടപടിക്ക് ഐ ടി വകുപ്പ് ഏതെങ്കിലും കൊറി ചോദിച്ചു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വ്യക്തതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പേരിൽ ആരെങ്കിലും രാഷ്ട്രീയം മാറുമോ? അതിൻ്റെയൊക്കെ പേരിൽ ആരെങ്കിലും പാർട്ടി വിടുമോ? അതൊന്നും എനിക്കറിയില്ല. എണ്ണി പറയണോ? ശാരദാ ചിറ്റ് ഫണ്ട് കേസിൽ CBI ചോദ്യം ചെയ്ത ഹിമന്ത ബിശ്വ ശർമ്മ നിങ്ങളിൽ ചേർന്നപ്പോൾ അസം മുഖ്യമന്ത്രിയാണ്. അഴിമതി കേസിൽ പ്രതിയേർക്കപ്പെട്ട അശോക് ചവാൻ കോൺഗ്രസ് വിട്ട് നിങ്ങളിൽ ചേർന്നിട്ടുണ്ട്. അജിത് പവാർ ചേർന്നിട്ടുണ്ട്. ഇനി ലിസ്റ്റ് നീളുകയാണ്, എനിക്ക് എണ്ണി പറയാൻ സമയമില്ല, അതുകൊണ്ടാണ്. അജിംസ് പറഞ്ഞ പേരുകളും അജിംസ് പറയാത്ത പേരുകളും അല്ല ആയിക്കോട്ടെ, അജിംസ് പറഞ്ഞ പേരുകളും അജിംസ് പറയാത്ത പേരുകളും അടക്കമുള്ള ഒരാൾക്കെതിരെയും ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളതിന്റെ പേരിൽ അന്വേഷണം അവസാനിപ്പിക്കുകയോ അജിത് പവാറിന്റെ ഭാര്യയ്ക്കുമെതിരെയുള്ള അന്വേഷണം പ്രത്യേക സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി മിനിയാന്നാണ് ഈ ഇലക്ഷന് 4 ദിവസം മുമ്പാണ് അവസാനിപ്പിച്ചു. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ പിന്നെ എന്തെങ്കിലും കേസുണ്ടായിട്ടുണ്ടോ? കേരളത്തില് എന്റെ കട്ടായി കേൾക്കുന്നില്ലേ ശ്രീ പി കൃഷ്ണ?